ഇന്നത്തെ വർക്കാണ്. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ഉണ്ട്. വീഡിയോ എടുത്ത് തരാൻ ആളില്ല, അതുകൊണ്ടാണ് വിളിക്കുന്നത്. അമ്പല കാടാണ്. ഈ കാട് വെട്ടി തെളിച്ചു വന്നവൻ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ആദ്യം ഒരു വഴി വേണമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. ഒടിഞ്ഞ കാടെന്ന് വെച്ചാൽ ഒടുക്കത്തെ കാടാണ്, ചവിട്ടിയെ പൊതഞ്ഞു പോകുന്ന കാടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി സ്വന്തമായിട്ടൊരു മെഷീൻ മേടിച്ച് പണി തുടങ്ങി. ആണല്ലോ, ബാക്കി ഇതിനെക്കണ്ട് ഇപ്പോൾ ഒത്തിരി കാട് വേറെയൊക്കെ കാണുമായിരിക്കും. ഇതിനിടയ്ക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. ഞാനൊക്കെ കണ്ടുപിടിക്കണം എവിടെയാണ്. മക്കോട്ട എവിടെയോ ഉണ്ട്, അതിൻ്റെ മൂട് പോലും അറിയാൻ വയ്യ എവിടെയാണ്. അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് വേണം തെളിച്ചു വിടാൻ. കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. തൽക്കാലം ഇവിടം വരെയുള്ള വഴി സെറ്റാക്കി. ഒരു നടപ്പാതയാണ് അത്യാവശ്യം. കൊട്ടളി തന്നെ എവിടെയോ ഞാൻ നട്ടാൽ കാണാനുമില്ലല്ലോ. അത്രയ്ക്കും കാണി കയറിപ്പ്. അത് കണ്ടുപിടിക്കണം. ഭാര്യയോട് പറയാം, അത് കണ്ടുപിടിച്ച് വരും. അതിനിടയ്ക്കൊരു കടപ്ലാവുണ്ട്, കാണാമോ? നമ്മളെ ഒരു സുഹൃത്ത് തന്നാണ്. ഇത് ആ ചേനയുടെ അടിയിലുണ്ട് സാധനം. ഇത് നമ്മുടെ പ്ലാവാണ്. പ്ലാവെന്ന് വെച്ചാൽ വീട്ടിന് വേണ്ടിയാണെന്നാണ് എന്നെ തോന്നല്. ഇതേക്കുറിച്ച് പിള്ളേരൊക്കെ ഉണ്ട്. ഒരെണ്ണം അളിഞ്ഞു പോയി, വിളയെട്ടെന്നും പറഞ്ഞ് നിർത്തിയതാണ്. അത് അളിഞ്ഞു പോയി. ചെറിയ പ്ലാവുണ്ട്, അപ്പുറത്തൊരെണ്ണമുണ്ട്. ഈ മീൻകുളം 2 കൊല്ലത്തോളമായി. ഇപ്പോൾ പറ്റിക്കണം എന്ന് വെച്ചിട്ട് ഇതുവരെയും പറ്റിക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ മറക്കൾ. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഒന്ന് തെളിച്ച് ഒരു വർക്ക് കഴിഞ്ഞ് ഇനിയിപ്പം മെഷീൻ റെസ്റ്റാണ്. പെട്രോൾ തീർത്തി അടിച്ചു. അപ്പോൾ അതുകൊണ്ട് മെഷീന് റെസ്റ്റ്, എനിക്ക് റെസ്റ്റ്. മരം പണിയല്ലയോ, പണിക്കാരനെ വിളിച്ചാൽ കിട്ടാനില്ല. നമ്മുടെ കിലോപ്പേരയാണെന്ന് പറഞ്ഞ് മേടിച്ചോട്ടാ. അത് പോയിട്ടു ഞാൻ ബ്രൂൺ ചെയ്ത് വിട്ടു. നേരം അത് പൊട്ടിക്കിളിക്കാൻ തുടങ്ങി ആണല്ലോ. ഇതിനപ്പുറത്ത് കാണുന്ന കെട്ടിടം കോന്നി ബ്ലോക്ക് ഓഫീസാണ്. മീൻകുളം എന്ന് പറയാം. തിലാപ്പി ഇട്ടത് ഇതുവരെയും പിടിച്ചിട്ടില്ല, സമയം കിട്ടാത്തതുകൊണ്ട്. വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടുകൊണ്ട് നമ്മുടെ നാരങ്ങ ഉണ്ടായി. ഇതൊക്കെയാണ്. ഇത് വെള്ള ഞാവലാണ്. അതിൻ്റെ ചുവടൊന്ന് വൃത്തിയാക്കണം. പിന്നെ അവിടെ ഒരു പുളിയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാഴ്ചകൾ. ഇനി അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാണാം.